ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HIV അണുബാധിതരായവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതെ എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ADM NM മെഹർ അലി. വഖഫ് ബോർഡിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്ന വ്യഗ്രത കേരളത്തിലെ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരോ ദേവസ്വം ബോർഡോ കാണിക്കുന്നില്ലെന്ന് അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് NRI സംഗമവും UAE ദേശീയ ദിനാഘോഷവും. മലബാറിലെ തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. HIV അണുബാധിതരായവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതെ എല്ലാ അവകാശങ്ങളും അവർക്ക് ഉറപ്പുവരുത്തണമെന്ന് ADM NM മെഹർ അലി. ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന പ്രമേയം. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ADM NM മെഹർ അലി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സങ്കീർണമായ കാലഘട്ടത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും HIV മുതലായ വൈറസുകൾ പിടിപെട്ടേക്കാവുന്ന സാഹചര്യങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കുകയും അങ്ങനെയുള്ളതിൽ നിന്നും വിട്ടുനിൽക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതായി HIV ബാധിക്കുന്ന ആൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും HIV എയ്ഡ്സ് പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിലേക്ക് എത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പൊ അത് ഇത്തരത്തിലുള്ള ഈ ഒരു ദിവസത്തെ ഒരു പരിപാടിയിൽ ഒതുങ്ങാതെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയിൽ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 0 ആക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം 2030 നേടണം എന്നുള്ളതാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല അറിവ് നമ്മൾ നേടിയിരിക്കണം. അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേഷ് കുമാർ എയ്ഡ്സ് ദിന പ്രതിജ്ഞ ചൊല്ലി. ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. HIV അണുബാധിതരെ സാധാരണക്കാരെ പോലെ തുല്യതയിൽ പരിഗണിക്കുമെന്നും അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എയ്ഡ്സ് ആൻഡ് TB നിയന്ത്രണ ഓഫീസർ ഡോക്ടർ സ്വപ്ന KV, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ സച്ചിൻ ബാബു, ഹെൽത്ത് ആൻഡ് വെൽനസ് നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് CB തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഖഫ് ബോർഡിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്ന വ്യഗ്രത കേരളത്തിലെ അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരോ ദേവസ്വം ബോർഡോ കാണിക്കുന്നില്ലെന്ന് അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ക്ഷേത്രത്തിന്റെ ഭൂമി, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കണം. അതിന് പ്രത്യേക ഒരു കമ്മീഷൻ വെച്ച് ചെയ്യണം. ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് വഖഫ് ബോർഡിന് എങ്ങനെയാണോ കമ്മീഷൻ വെച്ച് ചെയ്യുന്നത് അതുപോലെ കമ്മീഷൻ വെച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ ജുഡീഷ്യൽ സംവിധാനം നടപ്പാക്കണമെന്ന് അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡുകളിലെ രാഷ്ട്രീയവൽക്കരണം ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദേവസ്വം ഫണ്ടുകൾ ക്ഷേത്രാവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന്
ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഊരാള സഭ പ്രസിഡന്റ് കെ കുഞ്ഞിമാധവൻ, സാമൂതിരിയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, ഊരാളസഭ ജനറൽ സെക്രട്ടറി മാടത്തിൽ മല്ലിശ്ശേരി വാസുദേവൻ നമ്പൂതിരി, ഇരുവൽ രാംദാസ് വാഴുന്നവർ, PK വേണുഗോപാൽ പണിക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NRI സംഗമവും UAE ദേശീയ ദിനാഘോഷവും കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ 53ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും NRI സംഗമവും കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി V അബ്ദുറഹിമാൻ നിർവഹിച്ചു. ആതുര സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തി എമിറേറ്റ്സ് സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടർ CBV സിദ്ദിഖ്, മാക് ബിൽഡേഴ്സ് MD K മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസവുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങളുള്ള മണ്ണാണ് മലയാളത്തിന്റെ മണ്ണ്. ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തപ്പെട്ട ഒരു മണ്ണ് കൂടിയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണ്. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ മലബാറിലെ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മണ്ണ്. കോഴിക്കോടൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് തന്നെ ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാർ കോഴിക്കോട് വന്നതിന് ശേഷമാണ്. UAE സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്നും കേരളം ഒന്നിനോടും പ്രത്യേകിച്ച് മലബാറിനോട് ഏറ്റവും സ്നേഹം പുലർത്തുന്ന ഒരു രാജ്യം. നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത രാജ്യം കൂടിയാണ് UAE. തിരിച്ചുവരുന്ന പ്രവാസികളുടെ പുനരധിവാസ പദ്ധതി ഉദ്ഘാടനം സാദിഖ് അഹമ്മദ് നിർവഹിച്ചു. PTA MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്ത്യ അറബ് ബന്ധം നൂറ്റാണ്ടുകളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവർ സംസാരിച്ചു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു, ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, കോർഡിനേറ്റർ കോയട്ടി മാളിയേക്കൽ, MP ഇമ്പിച്ചമ്മദ്, ജോയിന്റ് കോർഡിനേറ്റർ അനിൽ ബാബു P തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഇക്കാര്യം ഉന്നയിച്ച് അധികൃതർക്ക് നിവേദനം നൽകിയതായും വർക്കിംഗ് ചെയർമാൻ ശ്രീ ചാക്കുണ്ണി പറഞ്ഞു. ശബരിമല ന്യൂ ഇയർ ക്രിസ്മസ് സീസണിൽ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചും നേരത്തെ ഉറപ്പു നൽകിയ മംഗലാപുരത്തും കോയമ്പത്തൂരിലും യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മലബാറിലേക്ക് നീട്ടിയും നിലവിലുള്ള ട്രെയിനുകളിൽ ജനറൽ റിസർവ്ഡ് കോച്ചുകൾ വർദ്ധിപ്പിച്ചും തീവണ്ടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ റെയിൽവേ മുന്നോട്ട് വരണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇതിനായി കേരള സർക്കാർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി, കേരള റീജിയൻ കൺവീനർ A ശിവശങ്കരൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും റെയിൽവേ ചുമതല വഹിക്കുന്ന കായിക മന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾക്കും സതേൺ റെയിൽവേ ജനറൽ മാനേജർക്കും പാലക്കാട് തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർമാർക്കും സംഘടന നിവേദനം അയച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ നിവേദനം കൊടുക്കുകയും അക്കാര്യങ്ങളൊക്കെ സശ്രദ്ധം അദ്ദേഹം കേൾക്കുകയും പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ മറുനാടൻ മലയാളികൾക്ക് ക്രിസ്മസിനോ നവവർഷത്തിനോ ശബരിമല ഭക്തന്മാർക്ക് പോലും വരാനുള്ള സൗകര്യം വളരെ ദുഷ്കരമായിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്നത് സ്വാഗതാർഹമാണെങ്കിലും യാത്രക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെന്നും സംഘടന വിലയിരുത്തി. കേരളത്തിലോടുന്ന പല തീവണ്ടികളും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും നീട്ടുമ്പോൾ അവിടങ്ങളിൽ യാത്ര അവസാനിക്കുന്ന തീവണ്ടികൾ കേരളത്തിലേക്ക് നീട്ടുന്നതിന് അവർ എതിർക്കുന്നത് പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകൾ ഇല്ലാതാക്കുവാനാണെന്നും ഷെവലിയർ C ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ബാങ്ക് രൂപീകരണത്തിന്റെ 5ാം വാർഷികത്തിൽ കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഷോർട്ട് റൺ സംഘടിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പങ്കെടുത്തു. ഡയറക്ടർ ഇ രമേശ് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ബാങ്ക് രൂപീകരണത്തിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള ബാങ്ക് കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഷോർട്ട് റൺ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ശ്രീ ഇ രമേശ് ബാബു ഷോർട്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷോർട്ട് റണ്ണിന് ശേഷം റീജിയണൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡയറക്ടർ ശ്രീ ഇ രമേശ് ബാബു കേരള ബാങ്കിന്റെ പതാക ഉയർത്തി. റീജിയണൽ ജനറൽ മാനേജർ ശ്രീ ഷിബു MP, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ ശ്രീ പി രാജീവ്, ശ്രീമതി ബിനു NP, ശ്രീമതി ദീപ MS, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശ്രീ KT അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പോധ് ഫൗണ്ടേഷൻ കോഴിക്കോടും കേസരിയും സംയുക്തമായി ഭഗവത്ഗീത 4ാം അധ്യായത്തെ അധികരിച്ച് ഗീതാ ജ്ഞാനയജ്ഞം ഡിസംബർ 4 മുതൽ സംഘടിപ്പിക്കുന്നു. സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. പ്രഭാഷണവും മാതൃപൂജയും സംഘടിപ്പിക്കുമെന്നും യജ്ഞ കമ്മിറ്റി അറിയിച്ചു. അധ്യാത്മാനന്ദ സ്വാമിയുടെ പ്രഭാഷണത്തിന് മുമ്പ്, കൊറോണയ്ക്ക് മുമ്പ് എല്ലാ വർഷവും ചാലപ്പുറത്ത് ഗുരുവായൂർ ഹാളിലും മറ്റും ഗംഭീരമായി നടന്നു വന്ന പരിപാടിയാണ്. കൊറോണയ്ക്ക് ശേഷം, കൊറോണയോടുകൂടി അതൊന്ന് ബ്രേക്കായി വീണ്ടും ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വർഷം ഇത്തരത്തിലൊരു പരിപാടി. ഡിസംബർ 4 മുതൽ 8 വരെ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7:30 മണി വരെയാണ് യജ്ഞം. യജ്ഞത്തോടനുബന്ധിച്ച് ഡിസംബർ 5 മുതൽ 8 വരെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ശ്രീനാരായണ ഗുരുദേവന്റെ ജനനി നവരത്ന മഞ്ജരി സ്തോത്രത്തെ അധികരിച്ച് സംപൂജ്യ പ്രണവാനന്ദ സ്വാമിജിയുടെ പ്രഭാഷണവും ഡിസംബർ 8-ാം തീയതി ആഴ്ചവട്ടം സമൂഹ മന്ദിരത്തിൽ വെച്ച് മാതൃപൂജയും സംഘടിപ്പിക്കുമെന്ന് യജ്ഞ കമ്മിറ്റി അധ്യക്ഷ ഗായത്രി മധുസൂദനൻ പറഞ്ഞു. ഇതേ ദിവസങ്ങളിൽ രാവിലെ സ്വാമി പ്രണവാനന്ദ സ്വാമിജിയുടെ ജനനി നവരത്ന മഞ്ജരിയെ കുറിച്ചുള്ള ക്ലാസും ഉണ്ടായി. വാർത്താ സമ്മേളനത്തിൽ സമ്പോധ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ CR മണികണ്ഠൻ, പബ്ലിസിറ്റി കൺവീനർ ഉദയൻ അമ്പാളി, കമ്മിറ്റി അംഗം ഗീത K എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 52-ാം ഡിവിഷനിലെ മാത്തോട്ടം മത്സ്യ മാർക്കറ്റ് നവീകരണത്തിനു ശേഷം തുറന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ TK ഷമീന അധ്യക്ഷത വഹിച്ചു. ഈ നാട്ടിലെ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളും തൊഴിലാളികളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ നന്നായി ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഈ പ്രവൃത്തി ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഈ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ അത് കാത്തുസൂക്ഷിക്കാൻ നല്ല നിലയിൽ തന്നെ ഈ മാർക്കറ്റ് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളും മത്സ്യ വിതരണക്കാരും പ്രത്യേകം തന്നെ മാത്തോട്ടം മാർക്കറ്റിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും ഏറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് മത്സ്യ വിപണന കേന്ദ്രം, അതുപോലെ മാത്തോട്ടം മത്സ്യ മാർക്കറ്റ്. ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രദേശം ജനങ്ങൾ അത് മുന്നോട്ട് വരണം. നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ നൽകുന്ന പിന്തുണ ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹരിതഭവനം പദ്ധതി ജില്ലയിലെ CBSE സ്കൂളുകളിലും നടപ്പിലാക്കുന്നു. CBSE അധ്യാപകർക്കുള്ള ഹരിത കേരളം ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന
ഹരിതഭവനം പദ്ധതി ജില്ലയിലെ CBSE സ്കൂളുകളിലും നടപ്പിലാക്കുന്നു. കോഴിക്കോട് സഹോദയ കോംപ്ലക്സ് CBSE അധ്യാപകർക്കുള്ള ഹരിതഭവനം ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഹരിതഭവനം പോലുള്ള പദ്ധതികൾ എന്ന് അദ്ദേഹം പറഞ്ഞു. വഴികളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു ഹരിത സാന്നിധ്യമാണ് പക്ഷേ എല്ലാവർക്കും അറിയാം. നിറവ് എന്ന് കേൾക്കുന്നതായി ഞാനുണ്ടാകുന്നത് കുറേ കാലമായി കോഴിക്കോടിനെ മാലിന്യമുക്തമാക്കാൻ, പ്രത്യേകിച്ചും നമ്മുടെ ജലമാർഗങ്ങളെ കൂടി പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നു. കനോലി കനാലിനെ കൊണ്ടുപോകുന്നു. അൽ ഹറാമിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സലീൽ ഹസൻ അധ്യക്ഷനായി. നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് ശില്പശാല നയിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ണി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി അബ്ദുള്ള സൽമാൻ, ഹനാൻ അഷ്റഫ്, K. ജയ്ഷേം, സപ്ന ജാസ്മിൻ, ലാക്കൽ കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എളേറ്റിൽ MJ ഹൈസ്കൂൾ പ്രഥമ ഹെഡ് മാസ്റ്റർ AK മൊയ്തീൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തി. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഡോക്ടർ PC ജാഫർ IAS ഉദ്ഘാടനം ചെയ്തു. അധ്യാപനം ജീവിത തപസ്യയായി കണ്ട് ഔദ്യോഗികമായി വിരമിച്ചിട്ടും അധ്യാപന വൃത്തിയിൽ തന്നെ നിലയുറപ്പിച്ച വ്യക്തിയായിരുന്നു AK മൊയ്തീൻ മാസ്റ്റർ. 1979 സ്കൂൾ സ്ഥാപിതമായപ്പോൾ പ്രഥമ ഹെഡ് മാസ്റ്ററായി ചുമതലയേറ്റ മൊയ്തീൻ മാസ്റ്റർ ഒരു സ്ഥാപന മേലധികാരി എന്നതിനുമപ്പുറം ഒരു നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി മുന്നിൽ നിന്നും നയിച്ച വ്യക്തി കൂടിയായിരുന്നു എന്ന് സമ്മേളനം അനുസ്മരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കർണാടക സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറിയുമായ ഡോക്ടർ PC ജാഫർ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AK മൊയ്തീൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സാഹിത്യകാരനും മുൻ വിദ്യാഭ്യാസ ഓഫീസറുമായ അബ്ദുള്ള കൊടോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. MA ഗഫൂർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ C. പോക്കർ, K. ഉസ്മാൻ, PC മോയിൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. പ്രഥമ ഫാത്തിമ സാജിദ സ്മാരക അനുകമ്പ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക മേപ്പാടി സ്വദേശിനി PK ജമീലയ്ക്ക്. 50,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 4 താമരശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ നർഗീസ് ബീഗം സമർപ്പിക്കും. മോളി എന്ന് ഞങ്ങൾ ഏറെ പ്രിയത്തോടെ വിളിക്കുന്ന ഫാത്തിമ സാജിദ, അവർ മുന്നോട്ട് വെച്ച ഒരു സ്നേഹത്തിന്റെ, അനുകമ്പയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. സഹജീവികളോടുള്ള സഹാനുഭൂതി പകരുന്ന, ജീവിച്ചിടത്തോളം കാലം 38 വയസ്സുവരെ വളരെ സഹാനുഭൂതിയായിരുന്നു അവരുടെ രാഷ്ട്രീയം, അനുകമ്പയുടെ രാഷ്ട്രീയമായിരുന്നു. ദുരന്തബാധിത മേഖലകളിലും ജീവകാരുണ്യ മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ട വിധത്തിൽ പരിഗണന ലഭിക്കാറില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മികച്ച സന്നദ്ധ പ്രവർത്തകയെ കണ്ടെത്തി പുരസ്കാരം നൽകി ആദരിക്കാൻ ഫാസ ഫൗണ്ടേഷൻ തീരുമാനിച്ചതെന്നും ഫാസ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സാരഥികൾ പറഞ്ഞു. ഈ ഇത്തവണത്തെ പുരസ്കാരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ
അതിഭീകരമായ മനുഷ്യ വിഭവ നഷ്ടത്തിൽ മനുഷ്യരെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജമീല PK എന്ന് പറയുന്ന ഒരു അധ്യാപിക. ഈ വർഷം മുതൽ ഏർപ്പെടുത്തുന്ന പ്രഥമ ഫാത്തിമ സാജിദ സ്മാരക അനുകമ്പ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക ജമീല PKക്ക് സമർപ്പിക്കും. ഡിസംബർ 4-ന് താമരശ്ശേരി കോളിക്കൽ ജീവകാരുണ്യ തീരം ക്യാമ്പസിൽ നടക്കുന്ന പുരസ്കാര സമർപ്പണ പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തക നർഗീസ് ബീഗം പുരസ്കാരം സമ്മാനിക്കും. എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ സുദേശ് M. രഘു പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ ശ്രീജ നെയ്യാറ്റിൻകര, സെക്രട്ടറി റഷീദ് പുന്നശ്ശേരി, ഗഫൂർ കർമ്മ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BMS ഓട്ടോ ബേപ്പൂർ ഹൈസ്കൂൾ യൂണിറ്റ് സംഘടിപ്പിച്ച 2ാമത് കർപ്പൂരാഴി മഹോത്സവം ഭക്തിസാന്ദ്രമായി. പാണ്ടിമേളവും താലപ്പൊലിയും അകമ്പടിയായ ഘോഷയാത്ര കരുവൻകാവിൽ നിന്നും ആരംഭിച്ച് ഉറുമ്പിൻകാവിൽ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MES വനിതാ കോളേജും സ്ഥലവും വഖഫ് ഭൂമി കയ്യേറിയതിൽ വിധി നടപ്പിലാക്കാൻ സമയം നൽകരുതെന്നാവശ്യപ്പെട്ട് PP വഖഫ് മുത്തവല്ലി റിവ്യൂ ഹർജി നൽകിയതായി PP കോയട്ടി പറഞ്ഞു. 2025 ഫെബ്രുവരി 26-നകം സ്ഥലം ഒഴിയാനാണ് ഹൈക്കോടതി വിധിയായത്. ഏകദേശം 4000 മുതൽ 5000 രൂപ വരെ സെന്റിന് വാടക കിട്ടുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ നിരന്തരമായ ഈ ആവശ്യത്തെ MES മുഖവിലക്കെടുക്കാത്തത് കാരണം വിഷയം ഞാൻ ഗൗരവത്തിൽ എടുക്കുകയും സുപ്രീം കോടതി അഡ്വക്കേറ്റ് PG ഭാസ്കർ മുഖാന്തരം ഹൈക്കോടതിയെ സമീപിക്കുകയും നിരന്തരമായ നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ PP വഖഫിന് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ഉണ്ടായി. ഹൈക്കോടതി വിധി പ്രകാരം MES ഉപാധികളില്ലാതെ PP വഖഫിന് പ്രത്യേക പ്രസ്തുത സ്ഥലം 2025 ഫെബ്രുവരി 26-ന് മുമ്പ് ഒഴിഞ്ഞു തരുവാൻ വിധിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HIV അണുബാധിതരായവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതെ എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ADM NM മെഹർ അലി. വഖഫ് ബോർഡിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്ന വ്യഗ്രത കേരളത്തിലെ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരോ ദേവസ്വം ബോർഡോ കാണിക്കുന്നില്ലെന്ന് അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് NRI സംഗമവും UAE ദേശീയ ദിനാഘോഷവും. മലബാറിലെ തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.